ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഇറച്ചിച്ചോറാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ഇറച്ചിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രസ്റ്റ് ഭാഗമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി റൈസാണ്. ഈ ഒരു കപ്പിന് 2 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ടിന്നൊക്കെ അടച്ചങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ അരി നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാവുന്ന സമയത്തേക്ക് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കാം കേട്ടോ. ചിക്കൻ ഐസൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിലിരുന്ന ചിക്കനാണ് കേട്ടോ. ഞാനിത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡൊന്നും എടുക്കാൻ കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴുകി ഒരു സ്റ്റെയിനറിലോട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. മോൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. നമുക്കിത് അകത്തുകൊണ്ട് വയ്ക്കാം. നമുക്ക് സവാളയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്. മുട്ടയൊക്കെ നമുക്കൊരു ബൗളിലോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 3 സവാളയാണ് എടുക്കുന്നത്. നമ്മുടെ ചിക്കൻ റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. സവാളയൊക്കെ ഞാനിവിടെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. സവാളയുടെ ആ 2 തോലും പോകണം കേട്ടോ. ആദ്യത്തെ തോലും രണ്ടാമത്തെ തോലും കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. 3 സവാള നമുക്ക് കഴുകിയിട്ട് വരാം കേട്ടോ. നന്നായി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിവിടെ സവാളയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് 3 സവാളയല്ലേ ഉള്ളൂ. എനിക്ക് കൈ കൊണ്ട് അരിയുന്നതാണ് ഏറ്റവും സുഖം കേട്ടോ. നല്ല എളുപ്പമാണ്. ഞാൻ സ്പീഡിന് എനിക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുകയും ചെയ്യും. സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. സവാള എല്ലാം നല്ല സ്ലൈസായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പച്ചമുളക് ഞാനൊരു 3-4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. വെളുത്തുള്ളി അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ജീരകവും കൂടി ചേർത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കടായി എടുത്തിട്ടുണ്ട്. നമുക്ക് കടായിയൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മുടെ കടായിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ ചിക്കനിലോട്ട് നമുക്ക് മസാല പുരട്ടി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 2 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു, പട്ട, ഏലക്ക, വലിയ ജീരകമൊക്കെ ചേർത്ത്
ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച സവാളയും കൂടി ചേർത്ത് നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ല വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്കിനി ചിക്കനിലോട്ട് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു നാരങ്ങയുടെ പകുതി നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1.5 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്ക് കൈകൊണ്ട് നമ്മുടെ ചിക്കനിലോട്ട് മസാലകളെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. മസാല എല്ലാം ഞാൻ ചിക്കനിലോട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി നമുക്ക് ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ്. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച തക്കാളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഞാനിവിടെ മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പുതിനയില വെറും ഇല മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മല്ലിയില എടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. പുതിനയും മല്ലിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമാണ്. നമ്മൾ ഒരുപാട് മസാലയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കത്തില്ല. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാമേ. നമ്മുടെ ഉള്ളികൾക്കൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഇളക്കി ഉള്ളിയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെയും പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയൊക്കെ അങ്ങ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ബാക്കി നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തതിൻ്റെ ബാക്കി അരമുറി നാരങ്ങ ഉണ്ടായിരുന്നു. അതും കൂടി നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗീ ഒരു ചെറിയ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ഞാനൊന്ന് മൂടിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി തുറന്ന് നല്ലതുപോലെ ഇളക്കി നമ്മുടെ ചിക്കനും നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കാം.
നന്നായി ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ വേവുന്നതിന് വേണ്ടി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഞാനിവിടെ നമ്മുടെ അരി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമ്മുടെ അരിയൊക്കെ കഴുകി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് നന്നായിട്ട് അരി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ തെളിഞ്ഞ് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ അരി ഒന്ന് 3/4 ഭാഗം വെന്തതിന് ശേഷം റൈസ് നമുക്കിതിലോട്ട് ഒരു സ്റ്റെയിനർ വെച്ച് ഊറ്റി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ അരിയുടെ ഒന്ന് ഒട്ടൽ മാറുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വേറെ വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. ഒരു 80% അരി ഒന്ന് വെന്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. വെള്ളം വേറെ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. ആ വെള്ളത്തിലും നമ്മുടെ റൈസിലും ഓൾറെഡി വെള്ളം നമ്മൾ ചെറുതായിട്ടൊന്ന് ഊറ്റിയിട്ടതല്ലേ ഉള്ളൂ. ആ വെള്ളം എല്ലാം കൂടി ചേർത്ത് ഇത് ചെറിയ ഫ്ലെയിമിലൊന്ന് വെന്ത് നല്ല വറ്റി വരും കേട്ടോ. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഗീയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിവിടെ മല്ലിയിലേക്ക് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ്. സൂപ്പർ മണമാണ്. നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു മണമാണ് കേട്ടോ. നല്ല പാകത്തിന് തന്നെ നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചോറ് തണുത്താലും ഒരുമാതിരി കല്ല് കണക്ക് ആവില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഞാനിങ്ങനെ വെള്ളം തിളപ്പിച്ചൊന്ന് ഊറ്റിയെടുത്തതുകൊണ്ട്. നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചോറ് ആവിയൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരിയെടുക്കാം. ഒരുപാട് നേരമായി കേട്ടോ. കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. നല്ല അടിപൊളി ഇറച്ചിച്ചോറാണ്. ബീഫാണ് അടിപൊളി ടേസ്റ്റ്. എന്നാലും നമ്മളെ കയ്യിൽ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചത്. നമുക്ക് കഴിക്കാൻ കേട്ടോ. ഞാൻ രാവിലെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഇറച്ചിച്ചോറൊക്കെ ആയിട്ട് കഴിക്കാം. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.